ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചക്ക എന്ന ഫലം ഉണ്ടാകുന്ന വൃക്ഷമായ പ്ലാവിനെ കുറിച്ചാണ്. ചക്ക എന്ന കായ്ഫലം തരുന്ന പ്ലാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ് പനസം എന്നും ഇതിനെ ഉൾപ്പെടുന്ന വൃക്ഷഫലമാണ് ചക്ക. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഫലമാണ് ചക്ക. സമതല പ്രദേശങ്ങളിലാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത്. ഏറ്റവും വലിയ കായ്ഫലം ചക്കയാണ്. ചക്കയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ പോഷകങ്ങളാണ്. അതിനാൽ പൊതുവെ ചക്ക കഴിക്കുന്നത് ആരോഗ്യകരമായി കണക്കാക്കപ്പെടുന്നു. പ്ലാവ് മിക്കവാറും വലിയ തായ്തടിയും ചെറിയ ശാഖകളുമുള്ള വൃക്ഷമാണ്. ചക്കകൾ കൂടുതലും പ്ലാവിൻ്റെ തായ്തടിയിൽ തന്നെയാണ് ഉണ്ടാവുക. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് ഒരു പഴഞ്ചൊല്ല് മലയാളത്തിൽ പ്രചാരത്തിലുണ്ട്. തായ്തടിയുടെ ഏറ്റവും ചുവട്ടിൽ കായ്ക്കുന്നത് ആസ്പദമാക്കിയാണ് ആ പഴഞ്ചൊല്ല് ചക്കപ്പഴങ്ങളിൽ നിന്നും വേർതിരിച്ച് എടുക്കുന്ന രാസപദാർത്ഥമായ പെക്റ്റിൻ സമുദ്ര സ്രോതസ്സാണ് ചക്ക. പച്ച ചക്ക പുഴുക്ക് രൂപത്തിലോ നാടൻ വിഭവങ്ങളിൽ ചേർത്ത് കഴിക്കുന്നതോ പ്രമേഹം കുറയ്ക്കുമെന്ന് ചില ഗവേഷണ ഫലങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചത് 2018 മാർച്ചിലാണ്. കേരളത്തിൽ ഒരു വർഷം 30 കോടി മുതൽ 60 കോടി വരെ ചക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ മലയാളികൾ 2% മാത്രമാണ് ഉപയോഗിക്കുന്നത്. വളരെ വലിയ ഒരു പഴമാണ് ചക്ക. അനേകം പഴങ്ങളുടെ സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം. 25 സെൻറ്റിമീറ്റർ കുറയാതെ വ്യാസം ഇതിനുണ്ട്. ഒരു ചെറിയ പ്ലാവിന് പോലും വലിയ കായ്കൾ ഉണ്ടാകും. ഒരു വലിയ ചക്കയ്ക്ക് 36 കിലോഗ്രാം വരെ തൂക്കവും 90 സെൻറ്റിമീറ്റർ വരെ നീളവും 50 സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും. പുറന്തോട് കട്ടിയുള്ളതും മൂർച്ചയില്ലാത്ത മുള്ളുകൾ ഉള്ളതുമാണ്. ഫലത്തിനകത്ത് ചുളകളായാണ് പഴം കാണുന്നത്. ഓരോ ചുളകൾക്കുള്ളിലും വെയ്ത്തായ ചക്കക്കുരു ഉണ്ടാകും. ചുളകൾക്കിടയിൽ ചക്കപ്പൊല്ല, ചവണി എന്നൊക്കെ അറിയപ്പെടുന്ന നാട പോലുള്ള ഭാഗങ്ങളും കാണാം. ചക്കക്കുരുവിന് പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇളമഞ്ഞ നിറത്തിലുള്ള ചക്കച്ചുളക്ക് 3 മുതൽ 5 മില്ലിമീറ്റർ വരെ കനമുണ്ടാകും. ചക്കച്ചുള വളരെ സ്വാദിഷ്ടമാണ്. മറ്റ് ഫലങ്ങളെ അപേക്ഷിച്ച് ഇതിന് ചാറ് കുറവാണ്. പ്രധാനമായും 2 തരത്തിലുള്ള ചക്കകൾ ഉണ്ട്. വരിക്കച്ചക്ക. വരിക്കച്ചക്കയിൽ തന്നെ തേൻവരിക്ക, മുട്ടം വരിക്ക, സിന്ദൂര വരിക്ക എന്നിങ്ങനെ പല ഇനങ്ങളുണ്ട്. പഴഞ്ചക്ക ചിലയിടങ്ങളിൽ കുഴച്ചക്ക പ്ലാവ് എന്ന് പറയും. പഴംചക്ക ചിലയിടങ്ങളിൽ കൂഴച്ചക്ക പ്ലാവ് എന്ന് പറയും. കൂഴച്ചക്ക പഴുത്താൽ കുഴഞ്ഞിരിക്കും. എന്നാൽ വരിക്കച്ചക്ക പഴുത്താലും നല്ല ഉറപ്പുണ്ടാകും. ഓരോ പ്ലാവിലെ ചക്കയ്ക്കും നിറത്തിലും ഗുണത്തിലും സ്വാദിനും വ്യത്യാസങ്ങളുണ്ടാകും. പഴുത്ത ചക്കച്ചുള പഴമായി തിന്നുന്നു. ജാം, മിഠായി, ഹലുവ എന്നിവ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട്. മൂപ്പെത്തിയ ചക്കച്ചുള പുഴുങ്ങിയും ഉലത്തിയും കഴിക്കുന്നു. ഉലത്തിയ ചക്കക്കറി കഞ്ഞിയുടെ കൂടെ കഴിക്കുന്നത് സാധാരണമാണ്. പച്ച ചക്കച്ചുള അരിഞ്ഞ് എണ്ണയിൽ ഇട്ട് വറുത്ത് ചക്ക വറുത്തതും നല്ല രുചിയുള്ളതുമാണ്. മലയായിൽ പഴുത്ത ചക്ക നെടുകെ ചതച്ച് കുരുമാറ്റി ഐസ്ക്രീം ചേർത്ത് കഴിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഉണ്ടായേക്കാവുന്ന ഭക്ഷ്യക്ഷാമങ്ങളെ നേരിടാൻ ചക്കയ്ക്ക് ഒരു വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ചക്ക സുലഭമായി ലഭിക്കുന്ന കാലഘട്ടം ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ്. ഏത് കാലാവസ്ഥയിലും കായ്ക്കുന്ന ഒരു പ്രത്യേക ഇനം പ്ലാവ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇത് കേരളത്തിൽ സാധാരണയല്ല. ചില പ്രത്യേക കാലയളവിൽ മാത്രം ലഭിക്കുന്നത് മൂലവും സൂക്ഷിച്ചു വയ്ക്കാനുള്ള സാങ്കേതികവിദ്യയുടെ അഭാവമാണ് ചക്ക ഉപയോഗിക്കുന്നതിലെ പ്രശ്നങ്ങൾ. വലിയ അളവിൽ പ്രത്യേക കാലത്ത് മാത്രം ലഭിക്കുന്നതിനാലും ചെറിയ ചെറിയ കുടുംബങ്ങളായി വിഭജിക്കപ്പെട്ടതിനാലും മഴക്കാലത്ത് വിവിധ രോഗങ്ങൾക്ക് ചക്ക കാരണമാകും എന്ന തെറ്റിദ്ധാരണ മൂലവുമാണ് ഇത് വേണ്ടത്ര ഉപയോഗിക്കപ്പെടാതെ പോകുന്നത്. കൂടാതെ വൻവൃക്ഷങ്ങളുടെ മുകളിൽ പിടിക്കുന്ന ചക്ക കേടുകൂടാതെ അടർത്തി എടുക്കുന്നതിനുള്ള പ്രയാസവും ഒരു പ്രശ്നമാണ്. കൂടാതെ ഇതിൻ്റെ അരക്ക് ഫലപ്രദമായി നീക്കം ചെയ്യാനും വലിയ ചക്കകളോടന്ന് ചുളയും കുരുവും എടുത്ത് പാകപ്പെടുത്തി എടുക്കുന്ന ഇതിനുള്ള അധ്വാനവും ഇതിൻ്റെ ഫലപ്രദമായ വിനിയോഗത്തെ നിരുത്സാഹപ്പെടുത്തുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ
മുൻകൈയെടുത്ത് കുടുംബശ്രീകൾ, മറ്റ് സൂക്ഷ്മതല സംഘടനകൾ തുടങ്ങിയവയുടെ സഹായത്തോടെ നാട്ടിൻപുറങ്ങളിൽ സംരംഭങ്ങൾ ആരംഭിച്ച് വ്യാവസായികമായി ചക്ക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനം നൽകാവുന്നതാണ്. പരമ്പരാഗത അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം പഴവർഗ്ഗ സംരക്ഷണത്തിനുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഏറ്റവും വലിയ ഫലഭൂയിഷ്ഠമായ ചക്ക വിത്താണ് ചക്കക്കുരു. ഒരു ചക്കപ്പഴത്തിൽ ധാരാളം ചക്കക്കുരുകൾ ഉണ്ടാകും. ചക്കക്കുരുവിൽ ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്നു. ചക്കക്കുരുവിൽ നിന്നാണ് പ്ലാവിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ചക്കക്കുരു ഭക്ഷ്യയോഗ്യമാണ്. ചക്കക്കുരു കൊണ്ട് സ്വാദിഷ്ടമായ തോരനും ചാറുകറിയും ജ്യൂസ്, വട എന്നിവ ഉണ്ടാക്കാറുണ്ട്. പഴയ കാലത്ത് ചക്കക്കുരുകൾ മാസങ്ങളോളം കേടുവരാതിരിക്കാൻ മണ്ണിൽ പൂഴ്ത്തിവെക്കുകയും ചക്കക്കുരു കിട്ടാത്ത കാലത്ത് അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പഴകും തോറും രുചി കൂടും എന്ന ഒരു പ്രത്യേകതയും കൂടി അതിനുണ്ട്. എന്നാൽ ചക്കക്കുരു കൂടുതൽ കഴിച്ചാൽ ഗ്യാസ് ട്രബിളിന് സാധ്യത ഉണ്ട്. ചക്ക വലുതാവാൻ തുടങ്ങുന്നതിന് മുൻപുള്ള പരുവമാണ് ഇടിച്ചക്ക. ഇത് ഉപയോഗിച്ച് തോരനും മറ്റും വയ്ക്കാറുണ്ട്. പിഞ്ച് ചക്ക പുറന്തോട് മാത്രം, അതായത് മുള്ളും പച്ച നിറവും ഉള്ള ഭാഗം മാത്രം ചെത്തിക്കളഞ്ഞ് ശേഷം മറ്റെല്ലാ ഭാഗങ്ങളും ചേർത്ത് കൊച്ചു കഷ്ണങ്ങളായി വെള്ളം ചേർത്ത് വേവിച്ച ശേഷം വെള്ളം ഊറ്റിക്കളയുന്നു. വെന്ത കഷ്ണങ്ങൾ അരക്കല്ലിൽ അല്ലെങ്കിൽ ഉരലിൽ ഇട്ട് ഇടിച്ച് പൊടിയാക്കി തോരൻ വയ്ക്കുന്നു. അതുകൊണ്ടാണ് ഇടിച്ചക്ക തോരൻ എന്നും ഈ പരുവത്തിലുള്ള ചക്കയ്ക്ക് ഇടിച്ചക്ക എന്നും പേര് വന്നത്. പുറന്തോട് കളഞ്ഞ പിഞ്ച് ചക്ക കൊത്തി അരഞ്ഞും തോരൻ വയ്ക്കുന്നു. ഇങ്ങനെയുണ്ടാക്കുന്ന തോരൻ പരമാവധി വെള്ളം വറ്റിച്ച് തോരനാക്കിയാൽ ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ചക്ക മിതമായ അളവിൽ കഴിക്കുന്നത് ഗുണകരമാണ്. ഈ പഴത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അംശം കൂടുതലായതിനാൽ ഈ രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാൻ ഇത് സഹായിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു എന്നതാണ്. ഇത് ഉയർന്ന രക്തസമ്മർദ്ദം മാത്രമല്ല, ഹൃദയവുമായി ബന്ധപ്പെട്ട മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെ നിയന്ത്രിക്കും. ചക്കപ്പഴത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ ഈ പഴം പതിവായി കഴിക്കുന്നതിലൂടെ ദഹനപ്രക്രിയകൾ ശരിയായി നടക്കും. ദഹനക്കേട്, മലബന്ധം എന്നിവയുടെ പ്രശ്നം ക്രമേണ അപ്രത്യക്ഷമാകും. ശരീരഭാരം കുറയ്ക്കാനും ഇത് നല്ലതാണ്. ഇതിൽ കുറഞ്ഞ കലോറിയും കാർബോഹൈഡ്രേറ്റ് ഉള്ളതിനാൽ ശരീരഭാരമോ കൊഴുപ്പോ വർദ്ധിക്കാതെ തന്നെ ഇത് നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കും. ഇതിൽ ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിനുകൾ, ധാതുക്കൾ, കാർബോഹൈഡ്രേറ്റ്, ഇലക്ട്രോലൈറ്റുകൾ, പൊട്ടാസ്യം, നാരുകൾ എന്നിവയാൽ സമ്പന്നമാണ് ചക്ക. വൈറ്റമിൻ എ, സി എന്നിവയുടെ അളവ് കൂടുതലായതിനാൽ ചക്ക കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യും. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നല്ലതാണ്. പലർക്കും ചക്കയിൽ ഇത്രയും അധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല എന്നതാണ് സത്യം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.